ഐസക് ജോർജിനെ ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം ഹൃദയം മാറ്റിവെക്കൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഹൃദയം കൊടുത്ത ഐസക് ജോർജ്, ആ ഐസക് ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 12:30-ക്ക് കുണ്ട്രയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി രാജ്കുമാർ എന്നോടൊപ്പം ചേരുകയാണ് ഐസക് ജോർജിൻ്റെ വീടിന് സമീപത്ത് നിന്ന്. രാജ്കുമാർ, ഏറെ സങ്കടത്തിൽ നിൽക്കുമ്പോഴും ഇന്ന് കേരളം മുഴുവൻ ആ കുടുംബത്തോട് ഏറ്റവും സ്നേഹത്തോടെ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഐസക് ജോർജിൻ്റെ അവയവങ്ങൾ എത്രയോ മനുഷ്യർക്കാണ് ജീവിതമായിരിക്കുന്നത്. ഹൃദയം മറ്റൊരു മനുഷ്യന് വെളിച്ചമാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്ന് ഐസക് ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ ആ കുടുംബത്തോടൊപ്പമുണ്ട്. രാജ്കുമാർ, സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ജോ ജോസഫിൻ്റെ വാക്കുകളിൽ നിന്ന് എന്തായിരുന്നു ഐസക്കിൻ്റെ കുടുംബം, ഐസക് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഐസക് ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ വസതി ബത്തേൽ ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിട്ടുണ്ട്. രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ രാവിലെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി 12:30 മണിയോടുകൂടി കുണ്ട്രയിലെ ഇടവട്ടം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വയറെരിയുന്നവരുടെ വിഴി നിറയാതിരിക്കാൻ ഹൃദയപക്ഷം എന്ന നിലയിൽ DYFI തുടങ്ങിയ ആ പൊതിച്ചോറ് നൽകി ആ DYFIയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് ജോർജ്. ഉറപ്പായും ജോ ജോസഫ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു മനുഷ്യത്വത്തിന് ഒരു മുഖമായി മാറ്റുന്നതിന് അത് അവർക്കും ഒരു പ്രേരണയായിട്ടുണ്ട്. തങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു സഹിക്കുന്നതിലും അപ്പുറമാണ്, പക്ഷേ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തെ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഈ കുടുംബം. അവരെ സംബന്ധിച്ച് ഇത് താങ്ങാനൊക്കാത്ത ഒരു വേദന തന്നെയാണ്. പക്ഷേ അതേസമയം അവർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഐസക്കിൻ്റെ ആ ഒരു വിയോഗത്തിലും മറ്റുള്ളവർക്ക് കൂടി ആ ഒരു ജീവൻ നൽകാൻ, അവർക്ക് ഒരു ജീവിതം നൽകാൻ കഴിഞ്ഞതിൽ അവർ കൃതാർത്ഥരാണ്. അവരെ സംബന്ധിച്ചതിൽ ഏറ്റവും വലിയൊരു അവസരം അവർക്ക് കിട്ടി, അത് ഫലപ്രദമായി അവരുപയോഗിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറത്ത് ഈ ഐസക് ജോർജിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോ കൂടി ഒന്ന് കാണണം. അവിടെ എത്രമാത്രം അദ്ദേഹം ഈ സംഗീതത്തെയും പ്രകൃതിയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഗാന ആരാധന നടക്കുന്നുണ്ട്. അത് ഇവരുടെ ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ നാനാദേശങ്ങളിൽ നിന്ന് ഇന്നലെ DYFIയുടെ നേതാവായിട്ടുള്ള വസീഫ് ഇവിടെ ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹം ഇവിടെ അനുശോചന പ്രസംഗവും ഇവിടെ നടത്തിയാണ് മടങ്ങിയത്. പ്രിയപ്പെട്ട തൻ്റെ സഹോദരൻ വിടവാങ്ങിയതിലുള്ള ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തി DYFIക്ക് വേണ്ടി അദ്ദേഹം റീത്തും സമർപ്പിച്ചാണ് ഇവിടുന്ന് പോയത്. ഇതിപ്പോൾ ആ സ്റ്റുഡിയോ ആണിത്. നമുക്കിനി അതിനുള്ളിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ ഐസക് ജോർജിൻ്റെ മറ്റൊരു ലോകം. അദ്ദേഹം വാസിച്ചിരുന്ന സ്ഥലം, അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരിടം. ഇതൊരു സ്റ്റുഡിയോ ആണ്. ഇവിടെ പാട്ടുകൾ സൃഷ്ടിക്കുക, ഫോട്ടോ ആൽബംസ് ഉണ്ടാക്കുക, അങ്ങനെ തുടങ്ങി അദ്ദേഹം കൈവെക്കാത്ത മേഖലകളും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. രാജ്കുമാർ, അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഐസക് ജോർജ് ഐസക്കിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? ഐസക്കിനോട് കുറിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് അറിയാൻ അവൻ്റെ കൂട്ടുകാരോട് തന്നെ ചോദിക്കണം. പക്ഷേ ഇപ്പം അവരൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. ഒട്ടേറെ വിഷമമുണ്ട്. പക്ഷെ അവനിലൂടെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിയായ അഭിമാനവും ഉണ്ട്. സമയത്തും നിങ്ങൾ ഇത്രയേറെ സങ്കടക്കടലിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന ഒരു വരവാണ് ഈ മരണമെന്ന് പറയുന്നത്. അപ്പോഴും മറ്റുള്ളവർക്ക് ആ ജീവൻ നൽകാനായി നിങ്ങളെടുത്ത ഒരു സുപ്രധാനമായി നിങ്ങളുടെ കുടുംബം എടുത്ത ഒരു തീരുമാനമുണ്ട്. അതിനോടാണ് ഇന്ന് നാട് കടപ്പെട്ടിരിക്കുന്നത്. അത് ഐസക്കിൻ്റെ ഭാര്യയും അമ്മയും സഹോദരിമാരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. അന്ന് ആ തീരുമാനം എടുത്തതിൽ അവർക്ക് സന്തോഷമുണ്ട്. അതിനോട് ആ തീരുമാനം എടുക്കാനായി, അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് അവർക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അവർ ചികിത്സയിൽ ആയിരുന്ന ICUയിലെ ഡോക്ടർമാർ
അവരെന്തോരം ട്രൈ ചെയ്തിട്ടുണ്ട്, 24 മണിക്കൂറും എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവന് ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു മരണമാണ്. അതിന് ഐസക്കിൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണ്? ആക്ച്വലി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഐസക്ക്. ഐ മീൻ നമ്മളൊരു സഹോദരനെ പോലെ യാത്രകളിൽ ഉടനീളം ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ. ലാസ്റ്റ് ഞങ്ങൾ കൊടയിൽ പോയി, അവിടെ സ്വർഗം ഞങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട്, അതായത് ബാച്ചിലേഴ്സിൽ നിന്ന് മാറി ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു യാത്ര 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോയ ട്രിപ്പില്ലേ. ഏകദേശം തിരുവോണം കഴിഞ്ഞു, ചതയം രാവിലെയാണ്, 4 മണി, ഏകദേശം 5 മണിയോളം ഞങ്ങളവിടെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ട ഹാപ്പിനെസ് അവിടെ ഞങ്ങൾ തേടി കണ്ടെത്തി. ആരും എത്തിപ്പെടാത്ത വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തത് പൂണ്ടി. ഐ മീൻ അവൻ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അവൻ്റെ മരണം വരെയും പ്രകൃതി അവനോടുണ്ട്. കാരണം അവൻ പലപ്പോഴും പറയാറുണ്ട്, അവൻ്റെ മരണം എല്ലാവരും ഒന്ന് ആഘോഷിക്കണം, അല്ലെങ്കിൽ അവൻ്റെ മരണം നിലനിൽക്കണം, ജീവനോടെ ഇവിടെ, ജീവിതം ഇവിടെയാണ് ബാക്കി. പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ചു. ഈ ലോകം മുഴുവൻ അവൻ്റെ കൂടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവൻ്റെ ജീവൻ, അല്പം ജീവനെങ്കിലും കൈ തിരിച്ച് കിട്ടണം. വെന്റിലേറ്ററിൽ നിന്ന് മാറി ഞങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ആ രീതിയിൽ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തത്. പ്രതീക്ഷിക്കാത്തുള്ളൊരു മരണമായിപ്പോയി. ഉച്ച കഴിഞ്ഞു അവൻ എന്നെ കാണാൻ വന്നു. എനിക്ക് ഷോപ്പുണ്ട്. അവനെ ആ സമയം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്ത് പറ്റിയടാ നിനക്ക് എന്ന്. അത്ര ഒരു ഫേസിനകത്തൊരു പ്രകാശം, കാരണം ഒരു തേജസ് അവൻ്റെ മുഖത്ത്. കാരണം ഞങ്ങൾ ഫുൾ ടയർഡായിട്ട് വന്നതാണ്. ഉറക്കമെന്ന് പറഞ്ഞ സാധനമില്ല. 3 ദിവസം ഇത് ഫാമിലി, കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം, വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് നമ്മുടേതായ കുറച്ച് ആക്ടിവിറ്റീസ്, യാത്രകൾ പങ്കെടുക്കണം. അവൻ ചോദിച്ചു, അവൻ ചിരിക്കുന്നത് എന്നെ നോക്കി ചിരിച്ച് മാത്രം, ഇപ്പോഴേ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് പോയി. 6:30 വൈകിട്ട് അവനെ കണ്ടു. ഒരു 7-8 മണിയോളം എന്നോട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. 8:15 വരെ ഞാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. സഡൻലി എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, ഐസക്കാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വിളിച്ചു. ഷെറിൻ ഇവിടെ ഇല്ല, ഷെറിൻ ഇല്ലേ, ഉച്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കണ്ടിട്ട് പോയൊരു വ്യക്തിയാണ്. പിന്നെ അറിഞ്ഞത് റോഡ് ക്രോസിങ് നടക്കുന്ന സമയത്ത് അവന് ഒന്ന് മുമ്പോട്ടോ പുറകോട്ടോ. അന്നൊരു ഞങ്ങൾ ആഗ്രഹിച്ചു, ദൈവമേ ഒരു 2 സെക്കൻഡ് ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി, ഒരു വാഹനം അവനൊന്ന് ചിന്തിക്കാനുള്ള അവസരം, സമയം കൊടുത്തായിരുന്നുവെങ്കിൽ അവൻ ഞങ്ങളോടൊന്ന് കണ്ടേനെ. സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അവസാനത്തെ ഞങ്ങളുടെ ആ ട്രിപ്പ് അവൻ സ്വർഗം കണ്ടിട്ടാണ് പോയത്. ഐ മീൻ ഞങ്ങളോടുണ്ട്. ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയെ എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം അല്ലാതെ ഒരു ദേഷ്യപ്പെടോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കുകയോ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്താവൻ. നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ, നോ എന്നുള്ള വേടില്ല. അതാണ് സങ്കടം. നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ, നോ എന്ന് പറഞ്ഞൊരു നിഘണ്ടു അവൻ്റെ ജീവിതത്തിലില്ല. കണ്ടില്ലേ, അവൻ്റെ സ്വപ്നങ്ങളാണ്. അവൻ സ്വപ്നത്തിൻ്റെ പുറകെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല ആക്ച്വലി. ഇനിയുണ്ട് ഒരുപാട്. കുറേയൊക്കെ ഇവിടെ നിന്നൊക്കെ പോയി, കുറേ ഒരുപാട്. ക്യാമറ ഒരു വലിയ ഒരു ക്യാമറ, അതായത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയിൽ, അല്ലെങ്കിൽ അവസാനത്തെ ഞങ്ങളുടെ സഞ്ചാരത്തിൽ ഇതാ ഈ ക്യാമറയ്ക്കകത്ത് ഞങ്ങളുടെ എല്ലാ പിക്ചറും ഉണ്ട്. അവൻ്റെ അവസാനത്തെ ഫോട്ടോസാണ് ഈ ക്യാമറയ്ക്കകത്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം ഞങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനെയാണെന്നുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും പലതും, പക്ഷെ അല്ല, അവന് കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവന. പറഞ്ഞില്ലയോ, അത്രത്തോളം കണക്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അവന് എവിടെ പോയാലും, ഈ കേരളം എന്നല്ലാതെ ഈ സ്റ്റേറ്റ് വിട്ടു പോയാലും അവന് അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, സുഹൃത്ത് വലയങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് അവൻ്റെ ഡീപ് റൂട്ട് എന്ന് പറഞ്ഞൊരു മീഡിയ. അവനെടുത്തേക്കുന്ന സ്കിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവൻ്റെ FBക്കകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൻ്റെ സ്കിൽ എത്രത്തും മാത്രം ഉണ്ടെന്ന്. അവൻ വെറൈറ്റി
അതായത് ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫറിൽ ഒരു പിക്ചർ എടുക്കുന്ന പോലല്ല അവ എടുക്കുന്നതിനകത്ത്. ഈവൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന ഏത് വ്യക്തിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു ഫോട്ടോസ് ആണെങ്കിലും ജീവനുണ്ട്. അവൻ ജീവൻ അതാണ്. രണ്ട് എപ്പോഴും പറയാറുണ്ട്, ഒരു ക്യാമറയിൽ നിങ്ങൾ ഫേസ് ചെയ്യും അല്ലെ ഫേസ് കൊടുക്കുമ്പോൾ ഒരിക്കലും അഭിനയിക്കരുത്. നിങ്ങൾ എങ്ങനെയാണെന്നോ അതേപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി, യാത്ര ചെയ്താൽ മതി. എന്നെ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഞാൻ എടുത്തു തരും, എന്നെ പോസ് ചെയ്യരുത്. അങ്ങനെ കിട്ടുന്ന ഞങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ ഒരുപാട്. ഇപ്പം എൻ്റെ മൊബൈൽ, എൻ്റെ അനിയൻ സുഹൃത്ത് ഷെറിൻ്റെ മൊബൈൽ ഒക്കെ ഞങ്ങളുടെ 3-4 പേരുടെ ഏകദേശം ഞങ്ങൾ 5 പേരായിട്ടാണ് പോയത് ഇവിടെ നിന്നിട്ടും. 5 പേരുടെ മൊബൈലിലും മാറി മാറി പുതിയ പുതിയ ഫോട്ടോസ്, ഒരുപാട് ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് പറ്റുന്നില്ല. ഇവൻ മൊബൈൽ എടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നും നോക്കുമ്പോൾ അവൻ്റെ മുഖം തന്നെ പിന്നെ തെളിഞ്ഞു വരുന്നത്, പല പല വിധത്തിലുള്ള അവൻ്റെ ഫേസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാഷനുള്ളൊരു വ്യക്തിയായിരുന്നു, ഭയങ്കര അംബിഷൻ. അതായത് അവൻ്റെ ആ കട തന്നെ, അവൻ്റെ ബ്ലൂം ഗാർഡൻ, അതൊരു അവൻ്റെ ജീവിതമായിരുന്നു. അത് ഒരു കഫേ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഒരു വലയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ഒരു കഫേ ആയിരുന്നു. ഒരുപാട് ജീവിതം സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, ശരിയാവും, എല്ലാം ശരി. പോസിറ്റീവ് മാനർ, ഒക്കെ പോസിറ്റീവ്, ബി പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം അവൻ നിഘണ്ടുവിലില്ല, അതാണ്. ബി പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മാരകം. അവൻ ഒരുപാട് കഥകൾ, അതാണ്. ഇപ്പം അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ആൽബം കുറേ വർഷം കൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. അത് അവൻ തന്നെ പാട്ടിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയത്. അപ്പോൾ അത് ഉടനെ റിലീസാക്കാനുള്ള നടപടികൾ ഫ്രണ്ട്സ് സർക്യൂട്ട് ഞങ്ങളുടേതായ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളതൊന്ന് തുടങ്ങണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു റാപ്പ് സോങ്ങും പെൻഡിങ്ങായി കിടക്കും വർഷങ്ങളായിട്ട്. അതിനകത്ത് ഞാനൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. ഐ മീൻ ഉറപ്പായും അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെ അതെ അതെ, ഞങ്ങൾ അതിൻ്റെ പുറകില. അവൻ്റെ ജീവിതം ബാക്കി, അവൻ്റെ സ്വപ്നങ്ങൾ എന്താണ് ബാക്കി നിലനിൽക്കുന്നത്, അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് കർത്തവ്യവും കടമയും ഞങ്ങളുടെ എല്ലാവരുടെയും. അല്ല, ഈ നാട് മൊത്തം അവൻ്റെ കൂടെ ഉണ്ട്. കാരണം ചെറുപ്പക്കാർ മുതൽ അതാണ്. അവൻ ചെറുപ്പക്കാരെന്നൊരു വേർതിരിവില്ല. അവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും കുട്ടിത്വം. എവിടെ പോയാലും അവനടിക്കുന്ന കുറച്ച് കൗണ്ടർ. കാരണം അവൻ വായനശീലം ഒരുപാട് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. നമുക്ക് കണ്ടറിയാം. ബുക്സ് ഇവിടെ അല്ല, അവൻ്റെ ബ്ലൂം ഗാർഡനിൽ അവൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ വരുന്ന യുവാക്കൾ വായിക്കണം ഇരുന്ന്. അതിന് പ്രത്യേകം ഞങ്ങളൊരു ഒരു റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഒരുപാട് ബുക്സുകൾ ഇനിയും ഉണ്ട്, മിസ്സിങ് ആണ് കിടക്കുന്നത്. ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹി, പ്രകൃതി സ്നേഹി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയൂ. അണമുറിയാത്ത അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം പറയാൻ അദ്ദേഹത്തിൻ്റെ ഈ സഹകാരികൾക്ക്, സുഹൃത്തുക്കൾക്കുണ്ട്, പുറത്ത് DYFI പ്രവർത്തകർക്കുണ്ട്. എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവൻ. രാഷ്ട്രീയത്തിന് ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി പോലും അദ്ദേഹം നിൽക്കുകയും ആ സമൂഹത്തിൻ്റെ ആ മനസാക്ഷിക്കൊപ്പം ചേരുകയും കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് ജോർജ്. മനു.